എന്തായാലും ഫുഡും കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും സൺസെറ്റിനുള്ള സെറ്റപ്പ് നമ്മുടെ പ്രകൃതി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതേണ്ട ആ ലൈറ്റിങ്ങിൽ വന്ന വ്യത്യാസം കണ്ടോ, എന്താ സെറ്റപ്പ് അല്ലേ. അപ്പം ഇന്നത്തെ സൺസെറ്റ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ വ്യൂവും റിവർ വ്യൂവും എല്ലാം കണ്ട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു ഒറിഗോൺ യാത്രയിലൂടെ നമുക്കങ്ങ് തീർക്കാം. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ട വിഷ്വൽസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ എവിടെയാ? അപ്പോൾ നമ്മൾ മൊണ്ടാനയിൽ എവിടെയാണ്? നമ്മുടെ ദേവസ്യാച്ചൻ കറക്റ്റ് വിളിച്ചെണീപ്പിച്ച് വേണ്ട ഒരു കിടില സ്ഥലമുണ്ട്, ഡ്രോണൊക്കെ പറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചെണീപ്പിച്ച. സമയം ഏകദേശം 11:30 നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി മൊണ്ടാന കടന്ന് നമുക്ക് വയോമിങ്ങിലേക്ക് കയറണം, സൗത്ത് ഡക്കോട്ട, അങ്ങനെയൊക്കെ നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. എന്തായാലും ഇത്രയും അടിപൊളി കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങുന്നത്. എന്തായാലും പോയാലോ. ഈ സുപ്രഭാതം എന്നൊക്കെ പറയുന്ന പോലെ കിടിലം വിഷ്വൽസ് ആയിരുന്നു. എന്തായാലും കണ്ണു തുറന്ന് നല്ല ഐശ്വര്യമുള്ള ഒരു ദിവസമാവട്ടെ. ഐശ്വര്യമുള്ള ദിവസമാണ്. അത് കുറേ സംഭവങ്ങളുണ്ട്. ചിലടത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഇവർ ഈ ട്രക്ക് നിർത്താൻ. അയ്യോ, ഇന്നലെ എന്റെ ദിവസം കിടിലം കുറെ വിഷ്വൽസ്. ഏതാന്നറിയോ, നമ്മുടെ 84 വരുമ്പോ നമുക്ക് ഇപ്രായം ഇതും ഞാനിങ്ങനെ, കാരണം നമ്മള് കണ്ണും കൊണ്ട് കണ്ടിട്ട് ഇത് നമുക്ക് അപ്പൊ നമ്മുടെ യെല്ലോ സ്റ്റോൺ ഉണ്ടല്ലോ, ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് കേട്ടോ. ഇപ്പൊ വിഷ്വൽ കാണിച്ചു തരാം, കിടിലൻ. നമ്മള് കറക്റ്റ് ഇത് കണ്ട മറ്റേ സീരീസിലുള്ള അതേ വിഷ്വൽസ് ആട്ടോ. യെല്ലോ സ്റ്റോണിന്റെ ആണ്. ഇപ്പൊ നമ്മളിപ്പോ കണ്ട വിഷ്വൽസ് ഉണ്ടല്ലോ, അതെല്ലാം യെല്ലോ സ്റ്റോൺ എന്നുള്ള ഡയറക്ഷനിൽ നിന്ന് എടുത്തതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവാൻ കാരണം ഞാൻ യെല്ലോ സ്റ്റോണിന്റെ വലിയ ഫാനാട്ടോ. ഞാൻ ആ സീരീസ് മുഴുവൻ ഒരു 2 പ്രാവശ്യം ഇരുന്ന് കണ്ട. ഇപ്പൊ അതിന്റെ പുതിയ ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ, അതും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് ഭയങ്കര ഫാനാ. നമ്മുടെ കൗബോയ്സിന്റെ കഥയാ. അപ്പം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വിഷ്വൽസാണ് നമ്മളിപ്പോ കണ്ടത്. എന്തായാലും അത് കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ ഇതുണ്ടല്ലോ ചേച്ചാ, ആ റൂട്ടിന്റെ ആ റിവറില് ഈ സൈഡില് മറ്റേ ചെങ്കുത്തായിട്ട് ഇങ്ങനെ വാളായിട്ടേ പാറകൾ നിൽക്കുന്നത് ശരിക്കും അതിന്റെ സൈഡിൽ നിന്ന് എടുത്ത സെറ്റാ. നമ്മള് ചില ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ടൈപ്പ് വിഷ്വൽസ്. അല്ല കിടില. ഞാൻ ഇങ്ങനെ നോക്കിട്ട് ട്രക്ക് നിർത്താൻ പറ്റണല്ലോ, അതാ ഞാൻ നോക്കിട്ട് അവസാനം ഞാൻ നോക്കിട്ട് ഡാമുകളുണ്ടല്ലോ ആ റിവറില്. അതെ, അതിന്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് സൺസെറ്റും കൂടെ ആയിരുന്നു. ഒറ്റ റിവറിൽ തന്നെ 3-4 ഡാമുണ്ട്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കൂടി ഒരു ഡാമിന്റെ പേര് അവിടെ ഇങ്ങനെ. പിന്നെ അവിടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഓടുന്ന കണ്ടിട്ടില്ല. ഒരു അത്യാവശ്യം ഒരു ഷിപ്പിന്റെ
പേര് ഞാൻ പറഞ്ഞത്, ഒരു വെള്ള ഒരു ഷിപ്പാ. അത് ഇങ്ങനെ ഈ എന്റർടൈനുള്ള രീതിയിൽ അങ്ങാണ്ട ഞാൻ പണ്ടത് കണ്ടിട്ടുണ്ട്. അത് ആ റിവറിൽ കൂടെ പോവുകയും ചെയ്യുന്ന അവർ എനിക്കൊന്ന് ഒരുപാട് പോയല്ല, ആ ഡാമിന്റെ അടി ഭാഗത്തൂടെ ഇങ്ങനെയൊക്കെ ആണ്ടായിട്ട്. അത് ആ ഡാമിനെ കുറിച്ച് ഞാൻ കേട്ടേക്കണ കഥ, ഇങ്ങനെ 2-3 ഡാമുകളുണ്ടല്ലോ. അപ്പൊ ഓരോന്നിന്നും വെള്ളം റിലീസ് ചെയ്ത് മറ്റേത് വെള്ളം കൂട്ടി ഇങ്ങനെ എന്തോ കയറ്റം കയറി പോവോ, അങ്ങനെയുണ്ട അതിന്റെ സെറ്റപ്പ്. അപ്പൊ അതേ ഒരേ ടൈപ്പ് ഡാമുകൾ തന്നെ അടുപ്പിച്ച് 2-3 ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ഒരു ചെയിനൊക്കെ ഇടുന്ന ഏരിയ എന്തോ ഒരു ചെറിയ പാർക്കിംഗ് പോലത്തെ സ്ഥലം കിട്ടി, അവിടെ കിട്ടി. ഞാൻ കുറെ ഡ്രോൺ എടുത്തു, രണ്ടും കൽപ്പിച്ച് ഡ്രോൺ വിഷ്വൽസ് അങ്ങ് കൊണ്ടുവരാന്ന് ഓർത്തു. ഇതൊക്കെ നാട്ടുകാരങ്ങ് കാണട്ടെ, നമ്മള് മാത്രം കണ്ടാ പോരല്ലോ. അപ്പൊ ഇന്നലെയും കുറെ അടിപൊളി സാധനം കിട്ടി. ഇന്നിപ്പോ തുടക്കം നല്ല കിടിലനായിട്ടാ. ഞാൻ നിർത്തിയപ്പോഴത്തിന് അത്രയും നന്നായിട്ട് കിട്ടും. പിന്നെ അത് നോക്കിയപ്പോ അത്രയും ഇത് രസം എന്നാന്ന് വെച്ചാ, ഇത് മോളിൽ നിന്നുള്ള കാഴ്ച വേറെ കാഴ്ചയല്ലേ. നമ്മള് ജന്മത്തിൽ വിചാരിച്ചോ മോളിൽ അത്ര കറക്റ്റ് ആ ചുമല ഷെഡ് ആദ്യം നിർത്താൻ ഉദ്ദേശിച്ച സ്ഥലം അത് ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ അവിടെ നിർത്താൻ പറ്റിയില്ലാത്തതിന്റെ ഒരു വിഷമത്തില് അതിന്റെ താഴെ നിന്ന് ചവിട്ടി നോക്കിയേക്കാം. കാരണം നമ്മള് മാനിടിച്ച കഥ പറഞ്ഞില്ലല്ലോ. മാനിടിച്ചതല്ലേ? അതെങ്ങനെയായിരുന്നു സംഭവം? നമ്മള് രാത്രിയിലാ വന്നു. മാൻ ഇവിടെ ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ കണ്ടു. ഇരുട്ടായിരുന്നു. ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പൊ അവനവിടെ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ ചെറിയൊരു പാട് പോലെ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ആയിട്ട് നിക്കുന്നതായിട്ടാ അപ്പൊ നമ്മള് ഞാനൊന്ന് ബ്രേക്ക് ചവിട്ടി. ബ്രേക്ക് ചവിട്ടിയപ്പോ ഞാൻ അവിടുത്തെ പുറകോട്ട് സാറിന് അവിടെ നിൽക്കുന്നത് തിരിച്ച് പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ എത്താറായത് കറക്റ്റ് അവൻ പുറകോട്ട് പോകുന്ന കാര്യം ഫ്രണ്ടിലോട്ട് വന്നു. പക്ഷെ കറക്റ്റ് വന്നിരിച്ചത് നമ്മുടെ ബമ്പർ ഗാർഡിന്റെ ആ ഒരു കോർണറിലെ ഒരു സംഭവം കറക്റ്റ് വന്ന്. അതുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. അവൻ മറ്റേ മുറുകിത്തൊപ്പി പോലത്തെ മൊത്തം ചോരയായി. അവൻ പെട്ടെന്ന് അടിയിൽ കൂടെ പോയി. പാനിക്കായോ? ഇത് പാനിക്കാനുള്ള സമയം കിട്ടിയോ? നമുക്ക് പാനിക്കായിട്ട് തന്നെ ആയിരിക്കുന്നത്. മാൻ നമ്മൾ സ്ഥിരം ഇടിക്കാറുള്ളതാണ്. ഞാൻ എല്ലാ വർഷവും ഓരോ ഇടി ഉള്ളതാണ്. ഈ വർഷത്തെ കഴിഞ്ഞതാ. അതായത് ഞാന് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പോയപ്പോഴും അതും ഇതുപോലെ വാഷിംഗ്ടൺ പോയപ്പോഴാണ്. അന്നും ഇന്നും ഈ ബമ്പർ ഗാർഡില്ല. അപ്പം ബമ്പർ ഗാർഡ് ഇല്ലാതെ വരുമ്പോ നമ്മുടെ ലൈറ്റും, പക്ഷെ ബമ്പറൊക്കെ പോയിട്ട് ഞങ്ങൾ കഷ്ടി രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ വണ്ടിക്ക് ഡാമേജ് ഇല്ല, അത് ജസ്റ്റ് ബമ്പറിന് ഡാമേജ് വരുവുള്ളൂ. ലൈറ്റിനും കുഴപ്പമില്ല, റേഡിയേറ്ററിനും കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് ഏതൊരു പ്രാവശ്യം എനിക്ക് വന്ന് സിദ്ധിന്റെ തന്നെ വണ്ടി ഇത് വന്നപ്പം അത് നോർത്ത് പ്ലേറ്റ് വെച്ചിടിച്ചു. നമ്മൾ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു സ്കെയിലില്ലേ, അതും കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് ഒറ്റയടി. അതെന്നാ വേറൊരു ട്രക്കാരൻ്റെ ഇതിലേ പോയി. അവന്റെ ഹുഡെ കൊണ്ടുവന്നിട്ട് അവനിങ്ങനെ ഫുട്ബോളിന് പാസ് ചെയ്യുന്ന പോലെ ഒറ്റയടി ഇടിച്ച് നമ്മുടെ സൈഡിലേക്ക് ഇങ്ങ് വന്നു. കംപ്ലീറ്റ് വീണത് കറക്റ്റ്. അപ്പൊ ആ ഫുഡെല്ലാം പൊട്ടി. ഫുഡല്ല, ബമ്പർ ഗാർഡ് ഇല്ലായിരുന്നു അതിന്. അതിനു മുമ്പ് ഞങ്ങള് ഇവരോട് പറഞ്ഞ പുത്തൻ വണ്ടിയായിരുന്നു, ബമ്പർ ഗാർഡ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അടുത്ത വരവിന് വെക്കാന്ന് പറഞ്ഞു. പറഞ്ഞു ഈ പ്രാവശ്യം എന്നാലും വെക്കൂന്ന് പറഞ്ഞ് മൊത്തം മാറി. ഇത് എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്തേ? അല്ല, എന്നിട്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ വണ്ടി മൊത്തം ചോര മൊത്തം ഇത് ഒന്ന് കഴിയും. ഈ പ്രാവശ്യം ഞാൻ എന്നിട്ട് അടുത്തുള്ള ട്രക്ക് സ്റ്റോപ്പിൽ കയറിയിട്ട്, കാരണം ഇതിന്റെ ചോരയല്ല ഇങ്ങനെ പിന്നെ അതിന്റെ സ്മെല്ല് വരുമല്ലോ. അല്ല, പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും വണ്ടിക്ക് ഡാമേജ് ഒന്നും ഇല്ലാന്ന് പിന്നെ നോക്കാൻ സൈഡ് നിർത്തി വണ്ടിക്ക് ഡാമേജ് ഒന്നും ഇല്ല. അപ്പൊ അത് ഇടിച്ച ഭാഗം അവിടെ കറക്റ്റ് അറിയാം. അപ്പൊ അവിടെ ഇടിച്ചു, മേജറായിട്ട് അവിടെ ഇടിച്ചത്. അതുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. മറ്റേതല്ലെങ്കിൽ അടിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഇടയിലൊക്കെ കയറി ലൈറ്റോ എന്തെങ്കിലും ഒരു ഡാമേജ് വരും, വല്ല യെല്ലോ. അപ്പൊ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വേറൊരു കമ്പനിയിലായിരുന്നപ്പോ ഇടിച്ച് പറഞ്ഞ പോലെ ലൈറ്റൊക്കെ പോയി. മാനിടി എന്നിട്ട് ലൗസിൽ കൊണ്ടുപോയി വെള്ളം അടിച്ച് ചീറ്റിച്ച് ക്ലീൻ ചെയ്തു. മഴ പെയ്തു. നിങ്ങൾ വിളിക്കണ്ടായിരുന്നു, നമുക്കൊരു കിടിലം കണ്ടായിരുന്നു. അല്ല, അത്രയൊക്കെ ഉള്ളൂ. ഇടിച്ച് മാനിനെ പറ്റി നമ്മൾ പറയില്ല, ഇറച്ചിയെടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഉണ്ടാക്കുന്ന അല്ല, കിലോയ്ക്ക് കൊണ്ടുപോയിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വിളിപ്പം അവിടെ ഓർഡർ എടുക്കുക. മാനിറച്ചി ഉണ്ട് കിലോയ്ക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടിലം കിളന്ത് മാന, നല്ല ഇറച്ചിയാ. സ്കിന്നൊക്കെ ചെയ്തല്ല വെട്ടി കഷ്ണങ്ങളാക്കിക്കൊണ്ട് വെടിയിറച്ചിയാണെന്നും കൂടെ പറയാം. ഈ പ്രാവശ്യത്തെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു പരിക്കും പറ്റിയിട്ടില്ല. മറ്റേ സാധനം എന്നതിലൊക്കെ ശകലമൊക്കെ എന്നതിലും പറ്റുന്നതാണ്.
ഒരു കണക്കിന് നോക്കിയാൽ വിഷ്വൽസ് എടുത്ത് ഭ്രാന്ത് പിടിക്കുള്ളൂ. എവിടെ നോക്കിയാലും വിഷ്വൽസ് ഇത് എന്തോരാന്ന് പറഞ്ഞോണ്ടാ എടുക്കണേ. അതെ 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 ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും നമ്മള് പോകുന്നത്. That girl is a runner. She was born to get away. Hear that two-tone humming, headed out to the highway. നമ്മുടെ ദേവസ്യാച്ചൻ പറയാറുണ്ട് ഇവിടുത്തെ പശുക്കളൊക്കെ നല്ല പണക്കാർ പശുക്കളാണ്, ബാക്കിയുള്ള പശുക്കൾ അതായത് നമ്മളെ അറബികളൊക്കെ ഫുഡ് കഴിക്കുന്ന പോലെ എവിടുന്ന് തിന്നണം എന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഒരു പുല്ലിന്റെ ഒക്കെ വലുതാ, നല്ല കനത്തില് നല്ല തളിര് പച്ച പുല്ല്, അവിടുന്ന് ഒരു കടി ഇവിടുന്ന് ഒരു കടി, കിട്ടുന്നതിനൊരു വിലയില്ലാതെ. വെറുതെ ആണോ മൊണ്ടാന നിറ റാഞ്ചേഴ്സും മൊണ്ടാനയിലെ ബീഫിനൊക്കെ ഭയങ്കര, എവിടെ നോക്കിയാലും മൊണ്ടാന റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞോണ്ടല്ലേ മറ്റേ ബീഫിന്റെ സ്റ്റേക്ക് വിൽക്കുന്നതിനൊക്കെ. ഇപ്പൊ നമ്മൾ തന്നെ അവിടെ പാല് മേടിക്കുമ്പോഴേ ഗ്രീൻ ഗ്രാസ് ഫീഡിങ് ആയിട്ടുള്ള പാലിന് വില കൂടുതലല്ലേ? അതെ, ഇരട്ടി വിലയാ. അതെ, മറ്റേത് മോക്കയും പിണ്ണാക്കും കൊടുത്ത് ഓണക്കപ്പുല്ലും പിണ്ണാക്കും. ഉണക്കപ്പുല്ലാണേലും കുഴപ്പമില്ല, പശു വിഷമിച്ച് തരുന്ന പാലാ. അല്ല നമ്മൾ പറഞ്ഞ പഴയ ശിലായുഗം പോലെയൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്ത പോലെയാ മണ്ണിടിഞ്ഞു കിടക്കുന്നത്. മണ്ണല്ല, കല്ലൊക്കെ ഇടിഞ്ഞേ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല അത് ഈ ഓരോ ഇതിന്റെ അകത്തെ ധാതുലവണങ്ങളുടെ പ്രത്യേകത കാരണല്ലേ അല്ലേ? ഓരോ ഇതും പല ഇങ്ങനെ ഇതേതരത്തിലുള്ള കല്ലുകളാ. അത് ചിലത് പൊളിഞ്ഞു വീഴുമ്പോ നമ്മള് നോക്കുമ്പോ ഏതൊക്കെ രൂപങ്ങളും ഒക്കെ ആയിട്ടൊരു സദൃശ്യം പോലെ. അതെ അതെ അതെ. അതുകൊണ്ടൊക്കെ ഈ നമ്മുടെ റെഡ് ഇന്ത്യൻസ് ഇതിനെയൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിക്കും. അവരുടെ സീക്രട്ട് പ്ലേസസ് അല്ലേ ഇങ്ങനത്തെ പാറകളും. അങ്ങനെ കണ്ടുണ്ട് നമ്മളൊരു ചിലത് ഈ രൂപം ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു മനുഷ്യരൂപം അങ്ങനെയൊക്കെ തോന്നുകയല്ലേ. ചിലപ്പോ ഇങ്ങനെ ഈ മേഘമൊക്കെ കാണുമ്പോൾ വേറൊരു രൂപം, അതിനകത്തെ ഒരു പേരുണ്ട് ഈ സൈക്കാട്രി എന്നല്ല പറയുന്നത്, സൈക്കാട്രിക് എന്നല്ല, ഇങ്ങനെ ഈ നമുക്കൊരു തോന്നൽ വരുന്ന വിഷ്വൽ, അതിനൊരു അങ്ങനെ തോന്നുന്നതിന് എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ ഇതിന്റെ സംഭവം എനിക്ക് തോന്നുന്നു ഈ വലിയ പാറകളൊക്കെ ഈ ആചാരബാബു സാറിന്റെ പണ്ടും പോലെ ഇവര് പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെയാണല്ലോ ദൈവങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഈയിടെ കുറച്ച് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ വന്ന് നമ്മുടെ നാട്ടിൽ ഈ പാറയൊക്കെ കണ്ട പേരെഴുതി വെക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ അമേരിക്ക ഏതോ ഒരു നാഷണൽ പാർക്കിലെ ഇത് വലിയ പാറ. അപ്പൊ ഇവരുടെ റെഡ് ഇന്ത്യൻസിന്റെ ഏരിയ ആയിരുന്നു, അത് സീക്രട്ട് ആയിട്ട് അവര് നോക്കുന്ന. ഇവന്മാര് വന്നിട്ട് എന്ത് ചെയ്ത്, ഇവന്മാര് മറ്റേ ചോക്കും കൊണ്ടും കല്ലും കൊണ്ടും അമ്മരുടെ പേരെഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ഭയങ്കര വൈറലായി. അമ്മമാരെ അന്വേഷിച്ചോണ്ടൊക്കെ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം റെഡ് ഇന്ത്യൻസിനകത്ത് ഭയങ്കര ഇതായി. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ വല്ല മലയാറ്റൂരോ ശബരിമലയിലോ പോയിട്ട് ഏതെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് കുരിശിന്റെ അകത്ത് വല്ല പേരെഴുതി വെച്ചിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ തീവ്രതയേറിയ കാര്യങ്ങളാണ് പ്രകൃതിയുടെ കാര്യം വരുമ്പോ ഇവിടെ. ഒന്നാമതെ അവർക്ക് ബാക്കി എല്ലാവരോടും വെറുപ്പാ റെഡ് ഇന്ത്യൻസ് ഞങ്ങളുടെ നാട്ടിൽ വന്നെന്നുള്ള സമാധാനം നശിപ്പിച്ചു. ഒരു രക്ഷയില്ല, വിൻഡോയിൽ കൂടെ കിടിലം കാഴ്ചകളാ കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്നാ രസല്ലേ. സത്യമായിട്ടും ട്രക്കെന്നുള്ള വിഷ്വല് തന്നെയാ. നമ്മളെ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള ആലോചിച്ച് നമ്മള് ഈ ഇരിപ്പിന്ന് തന്നെ ഡ്രോൺ പൊങ്ങി കഴിയുമ്പോ എന്ത് വ്യത്യസ്തമായ കാഴ്ച, സെയിം സ്ഥലം കാണുന്നത്. അപ്പം ആ നമ്മുടെ ഹൈ ലെവലും നമ്മുടെ ആ ഹൈറ്റ് കൂടുന്തോറും കാഴ്ചയുടെ ഭംഗി. ഇപ്പൊ ആ മൗണ്ടൻ ഏരിയന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നോളല്ലേ. ഇനിയിപ്പോ കുറച്ച് ഇങ്ങനെ നമ്മളിപ്പോ നോർത്ത് ഡക്കോട്ടൊക്കെ പോവാണെങ്കിൽ ഇത്രയല്ലേ, ഇനി കുറച്ച് നിങ്ങൾ കണ്ടല്ലേ കംപ്ലീറ്റ് പുല്ല് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ വയോമിംഗ് കേറിയിട്ടല്ലേ ഈ പ്രാവശ്യം നമ്മൾ വയോമിംഗ് സൗത്ത് ഡക്കോട്ട വഴിയാവും. നമ്മളാ കേറുന്ന വയോമിംഗിന്റെ ഏരിയ അടിപൊളിയാണല്ലോ. കുറച്ച് ഭാഗത്താണ്. അല്ല ഞാൻ പറഞ്ഞ കുറച്ച് ഇനിയിപ്പോ പറയുമ്പോ ഇങ്ങനെ ചില ഭാഗത്ത് ഇങ്ങനെ നദികളും അല്ല നദി ഇങ്ങനെ വരുന്നതും അല്ലെങ്കിൽ ചില കുറച്ച് ഭാഗത്ത് അവിടെ ഒരു പച്ചപ്പൊക്കെ കൂടുതലായി. അത് കൂടാതെ ദേവസ്വം നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് ചിലപ്പോ കുറച്ച് കൺട്രി റോഡ്സിൽ കൂടെ കയറി പോവായിരിക്കുമല്ലോ. ഹൈവേ തന്നെയാണോ? എപ്പോഴും ഒരു പ്രാവശ്യം ഞങ്ങൾ അർജുൻഭായി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ഒരു ചെറിയ വില്ലേജിൽ നിർത്തിയിട്ട് ഒരു ബർഗറൊക്കെ മേടിച്ച്, അപ്പൊ പുള്ളിക്ക് ഈ ചെറിയ വില്ലേജ് പോലെ നിർത്തിയപ്പോഴത്തേക്ക് ഇതുപോലെ അമ്മച്ചിമാരുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഫുഡ് കാണും, നമുക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് കയറി. അപ്പൊ കള കാണാനൊക്കെ അടിപൊളിയാ.
കയറി ബർഗർ ഓർഡർ ചെയ്ത് ബർഗർ ഇടുന്ന സാധാരണ ബർഗർ. കാരണം ഇവര് ഫ്രോസൺ സാധനം മേടിച്ചു വെച്ചിട്ട് സാധനം ഉണ്ടാക്കി തരുന്ന പരിപാടിയാണല്ലോ. അല്ല അവരും സ്വന്തമായിട്ട് മണ്ണുണ്ടാക്കുന്നു. അതൊക്കെ വളരെ അതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ലാഭമില്ലല്ലോ. അപ്പൊ കട കാണാൻ രസമാണേലും ഫുഡൊക്കെ സെയിം ആയിരുന്നു, പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെയൊക്കെ ആണെങ്കിലേ നമ്മളിങ്ങനെ പശുക്കളെ ഇവിടെ ബീഫൊക്കെ ആയിട്ട് ഒരു പശുവിനെയൊക്കെ അങ്ങ് അല്ല പശുവിനെ അല്ല ബീഫൊക്കെ ഉണക്കി വിൻ്ററൊക്കെ ആകുമ്പത്തേന് കയറി ഇരുന്ന് അത് പറഞ്ഞാൽ ഇച്ചിരി എന്താ വാറ്റോ. ശരി, വിന്റർ ആയാൽ പിന്നെ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? ഇത് ക്യാറ്റിൽ ഇതല്ലേ. പക്ഷെ ഇവിടെ വിന്റർ നമ്മുടെ അത്ര ശക്തമാണോ? പിന്നെ ഇവിടെ ശക്തമല്ലേ, ഇങ്ങോട്ട് നല്ല കാറ്റും നല്ല തണുപ്പും കൂടിയാണ്. നോർത്ത് ഭാഗമല്ലേ ഇവിടെ. വയോമിംഗ് ഒക്കെ ഏകദേശം ഒരേ ആ ഒരു ഇതല്ലേ? അതെ അല്ലേ? ഓ ശരി കേട്ടോ, നല്ല കാറ്റ് കാണും. കാറ്റും തണുപ്പും ഈ മറ്റേ സ്നോ കാണത്തില്ലാത്ത രീതിയിലുള്ള കാറ്റും. വയോമിങ്ങിനെ വെറുക്കം കാരണം അവിടുത്തെ കാറ്റ്. അയ്യോ, അതിപ്പം സമ്മർ ആയാലും കാറ്റ്, വിന്റർ ആയാലും കാറ്റ്. അതേ ക്ലൈമറ്റ് തന്നെ ഇതും വയോമിങ്ങിന്റെ നോർത്ത് ഭാഗമാണല്ലോ ഇവിടെ. അതെ, ചിലപ്പോ വയോമിന്റെ വല്യപ്പനായിട്ട് വരും. ചിലപ്പോ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വയോമിങ് ഇപ്പൊ ചെന്നാലും അവിടെ കാറ്റായിരിക്കും 100 കിലോമീറ്റർ സ്പീഡ്. എന്നാലും ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങോട്ട് അതല്ലേ വിന്ററിൽ ആൾക്കാർ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇങ്ങോട്ട് വരികയായിരിക്കും. അതല്ലേ എന്നാലും നോർത്ത് ഡക്കോട്ടയിൽ കൂടെ വന്നപ്പോഴേ വെള്ളം കയറുന്ന പുഴയാണോ അത്? മറ്റേ ചെറിയ അല്ല വെള്ളം അല്ല കേട്ടോ. നോർത്ത് ഡക്കോട്ടയിൽ കൂടെ വന്നപ്പോ ഇവിടെയൊക്കെ കൂടുതൽ വൈറ്റ്സ് ആണല്ലോ. അപ്പൊ നമ്മള് ഇന്ത്യക്കാരുടെ ആരാണ്ടര ഒരു ഫാമിലിയുടെ വലിയ ഹോർഡിങ് വെച്ചിട്ട് എന്നാ ഹൗസിംഗ് ഡിസ്ക്രിമിനേഷൻ ഈസ് ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഒന്നാമതെ കുറച്ച് ടൗൺഷിപ്പ് വീടുകളൊക്കെ ആണല്ലോ. അപ്പൊ മറ്റുള്ളവരെ ഇങ്ങോട്ട് അടുപ്പിക്കാണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ അടുപ്പിക്കാണ്ട് ഇവര് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരിക്കാം. റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെ മാഫിയ ഉണ്ടല്ലോ. അല്ല അത് ഈ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നേ. പണ്ടെന്റെ വൈഫ് ഒരാളെ പരിചയപ്പെട്ട അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ ഈ കിച്ചണർ പാവം ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങോട്ട് ഇവര് അല്ലല്ല അങ്ങനെയല്ല, ഇത് ചെറിയൊരു ടൗണാണ്. അവിടെ വീടുകളെല്ലാം ഒരു ആവറേജ് അല്ല അതൊക്കെ മുകളിലുള്ള സ്റ്റൈലുള്ള വീടുകളാണ്. അതായത് നല്ല ഭംഗിയായിട്ടാണ് ഒരു ആ ടൗൺ ഇട്ടത്. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആരെയും അങ്ങോട്ട് പറ്റും. അത് കാത്തലിക്സ് ആണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യൂ. അങ്ങനെ ഒരു പ്രദേശം. പക്ഷെ അത് ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2-3 ഇയേഴ്സില് എനിക്ക് തോന്നുന്നു അത് മാറി എൻട്രി ചെയ്തു. കാരണം നമ്മുടെ ആ ഭാഗമാണല്ലോ. കാരണം ഉറപ്പായിട്ട് ഇന്ത്യക്കാര് ആ ഭൂമി വന്നപ്പോഴത്തേക്ക് മറ്റാര് വോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ ഇന്ത്യക്കാര് വോട്ട് ചെയ്യും. അതാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ലാഭം കൊതിക്കുന്ന ആൾക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം ബൈങ് കപ്പാസിറ്റി ഉള്ളവർക്ക് വിൽക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻസ് വന്നു കഴിയുമ്പോ വീട് എങ്ങനെയും ഈ ഇന്നാളെ റിയൽ എസ്റ്റേറ്റുകാരൻ പറഞ്ഞ പോലെ മലയാളികളും ഇന്ത്യൻസ് ആദ്യം ചിന്തിക്കുന്ന ആ വീട് കിട്ടുക എന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ അടയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് പുള്ളി ചിന്തിക്കുന്നില്ല. ആദ്യം ഇത് അപ്പം ഉദ്ദേശിക്കുന്നതിലും വലിപ്പത്തിൽ കൂടുതലുള്ള വീടുകളൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇതേ സംഭവം ടോപ്പിക് പറഞ്ഞപ്പോ നമ്മുടെ ജോർജ് ടൗൺ എന്ന് പറയുന്ന ഏരിയയിലെ എനിക്ക് ആദ്യം ഹോട്ടൽ ഫീൽഡിൽ ജോലി കിട്ടിയത് അവിടെയാണ്. ഞാൻ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നൈറ്റ് ഓഡിറ്റർ ആയിരുന്നേ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞ അവിടെ ഇന്ത്യക്കാർക്ക് അവര് ആ ഏരിയ വിൽക്കല. അപ്പം നമ്മള് വീഴുന്ന ആൾക്കാർ ഇത്ര കോട്ടൊക്കെ ഇട്ടാലും അവിടുത്തെ ആ മറ്റേ ഹൗസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയുടെ അസോസിയേഷന്റെ തീരുമാനമാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാൻ പാടില്ല എന്നുള്ള ഇത്. അതെന്നുവെച്ചാൽ ഇവര് നോക്കുമ്പോ ഒരാൾ കയറി കഴിഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങ് വരും, ഏരിയ നശിപ്പിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതൂടെ വരും. അങ്ങനെയൊക്കെ പലതും മനസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു വലിയ ഹോർഡിങ് അടിച്ചിട്ട് ഹൗസിംഗ് ഡിസ്ക്രിമിനേഷൻ ഇല്ലീഗൽ ഞാൻ ഇവിടെ നോർത്ത് ഡക്കോട്ടയിലാണ് കണ്ടത്. എടുക്കാൻ പറ്റില്ല നമുക്ക്. അല്ല പിന്നെ ഇവിടെയൊക്കെ ഇവരുടേതായ ഒരു കൾച്ചറുമായിട്ട്, ഈ ഫാമിംഗ് കൾച്ചറുമായിട്ട്. അല്ല ഇപ്പൊ നമ്മുടെ മലയാളികള് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലുണ്ട്. ഞാനിന്നാളെ പണ്ട് ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ നേഴ്സിംഗ് ഇതിലും അവര് ശരിക്കും അവരുടെ കൾച്ചറുമായിട്ട് ചേർന്ന് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഓക്കെ. പക്ഷെ മറ്റേ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഇവിടെ
ആദ്യമേ തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും. അവരുടെ കാര്യങ്ങളിലേക്ക് ഇവരെയും കൂടെ ആക്കാനുള്ളൊരു പിടിച്ചു വലിച്ചുകൊണ്ട് ഒരിക്കലും ആ നാടിലെ കൾച്ചറുമായിട്ട് ഇവര് മെർജ് ചെയ്യാണ്ട് ഇവരുടെ കൾച്ചർ അവിടെ കൊണ്ട് പുതിയതായിട്ട് സ്ഥാപിച്ച് കണ്ടോ ഞങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ ഇങ്ങോട്ട് മാറാൻ ശ്രമിക്കും. ഇപ്പം മലയാളികൾ പോയി ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങ് ആകെ 500-200 പേരൊക്കെ താമസിക്കുന്ന ചെറിയ ടൗണിൽ. അപ്പൊ അവരാദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അവരാദ്യം കഴിക്കുന്ന പോലെ സൂപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുത്തരും. അപ്പൊ ഇവനും ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ക്രമേണ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ ഫുഡ് ഇങ്ങനത്തെയാണ്, ഇങ്ങനെയാണ്, വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് അവരറിയുന്നത് ഓ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും ഡിഫറെന്റ്. അതായത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയില്ല, മനസ്സിലായോ? ഇപ്പൊ നമുക്കാണേലും ഇപ്പം അമേരിക്ക എന്ന് പറയുമ്പം എല്ലാവരും ന്യൂയോർക്ക് ടൗണോ സിറ്റി എന്നുള്ളതല്ലാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവര് നമ്മുടെ കാര്യങ്ങളും അറിയത്തില്ല. ഇപ്പൊ ഈവൻ നമുക്ക് തന്നെ അറിയാലോ, നമ്മള് US ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ, ഞാനൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ആ ബോർഡറിൽ ഇരിക്കുന്ന ഓഫീസർ വരെ പറയുന്നത് ഈ പഞ്ചാബി എന്ന് പറയുന്നതാണ് ഇന്ത്യ എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കും എന്നാ ഫുഡ് എന്ന് ചോദിക്കും, ഞാൻ പറയും റൈസ് ആൻഡ് ചിക്കൻ. അപ്പൊ നമ്മളോട് ചോദിക്കും ചപ്പാത്തി ഇല്ലെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും നമ്മൾ ഞങ്ങൾ ചപ്പാത്തി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, നമ്മുടെ റൈസ് ചിക്കൻ ഇങ്ങനെ ചോറ്. അപ്പം ബീഫ് എന്ന് പറയാല, കാരണം ബീഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഇൻസ്പെക്ഷനൊക്കെ കൂടും ഒരു ഇതായിട്ട്. അപ്പോ മെയിൻ ആയിട്ട് പറയും ചിക്കനും റൈസും ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുമ്പോ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഓഫീസർ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇപ്പൊ പേര് നോക്കുമ്പോൾ നിങ്ങളുടെ പേരും ഇന്ത്യൻസുമായിട്ട് മാറ്റല്ലല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ അവര് ചുമ്മാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോ ഓ ദിസ് ഇസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ നൈസ് പ്ലേസ് എന്നൊക്കെ അവര് കാണുമ്പോൾ ഈ വിഷയത്തെല്ലാം വരുമല്ലോ. അപ്പൊ അങ്ങനെയാണ് പിന്നീട് എനിക്ക് വന്ന ഓഫീസേഴ്സ് ഒക്കെ മലയാളികളും നമ്മള് ഈ ബോർഡറിലെ മലയാളികളൊക്കെ കൂടുതൽ വന്നപ്പം ഈ അങ്ങനെ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് 2-3 ഓഫീസേഴ്സും ഉണ്ട് ഇപ്പം മലയാളികള്. അപ്പം ഇപ്പം ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ പാസ്പോർട്ട് നോക്കുമ്പോൾ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു ഓ സൗത്ത് ഇന്ത്യ ഐ നോ എന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പൊ ആ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ആൾക്കാർ മൊത്തം വരുമ്പം ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ മൊത്തം ഇതനുസരിച്ച് ആദ്യം പറഞ്ഞ പോലെ തല്ലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാര്യമില്ല. അതിപ്പം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മള് നോർത്ത് ഇന്ത്യൻസിനെ മാത്രം പറയണ്ട, ഇപ്പൊ വന്ന് സൗത്ത് ഇന്ത്യൻസും അലമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മിസ്സായാലോ യോർക്കിലോ ഉണ്ട് തിയേറ്ററില് തെലുങ്ക് പടം റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം പേപ്പർ കട്ട് ചെയ്തോണ്ട് പോയിട്ട് മുഴുവൻ അത് ഇവിടെ മാത്രമല്ല ചിക്കാഗോയിലും ഒക്കെ സംഭവിച്ചു. അപ്പം അതും പിന്നെ നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ അങ്ങ് ടൂ മച്ച് വൈഡ് ആവുന്നത് അതിനോട് എനിക്ക് അത്ര അഭിപ്രായമുള്ള അല്ല. അത് നമുക്കിപ്പോ നടത്താം, നമ്മളിപ്പോ ഹാളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്, അല്ലെ അത് റെന്റിന് എടുത്തിട്ട് അതിനുള്ളിൽ കോമ്പൗണ്ടിനുള്ളിലാണ് നടത്തുന്നത്. ഇപ്പോ ചില പള്ളിയുടെ പെരുന്നാളാണെങ്കിലും നമ്മൾ ഒരു സ്കൂൾ എടുത്തിട്ട് സ്കൂളിന്റെ അകത്തും സ്കൂളിന്റെ ഗ്രൗണ്ടിലുമാണ് ഒരു പ്രൈവസി എന്തായാലും വേണം. കാരണം ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു തിരിച്ചുള്ള ആർഗ്യുമെന്റ് ഇവര് പറയുന്നത് നമ്മുടെ കൾച്ചർ കാണാൻ ആഗ്രഹമാണ്, ഇത് പബ്ലിക് പ്ലേസിൽ നടത്താവുന്നതാണ്, ഇത് നമ്മുടെ റൈറ്റ് ആണ്, മറ്റേതാ മറിച്ചാണ്. ഈ നമ്മുടെ കൾച്ചറിന്റെ കാര്യത്തിൽ റൈറ്റ് പറയുമ്പോഴാണ് ഇത് നമ്മള് എന്നാ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു 50% ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത 50% ഉണ്ടാവും. ആ ഇഷ്ടപ്പെടാത്തവരിലേക്കും കൂടെ നമ്മൾ അങ്ങ് അടിച്ചേൽപ്പിക്കുക. അപ്പൊ ഈ കൾച്ചറിൽ കാണിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ ഫംഗ്ഷനുകളുണ്ട്, എല്ലാ തരം കൾച്ചർ. ഈ ലണ്ടനിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മലയാളികൾ പോയി ചെണ്ട കൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കൾച്ചറും വരും അതിനകത്ത്. അങ്ങനെ ഒരു ഫിലിപ്പിനോടെയും അങ്ങനെയുള്ള അതിനകത്ത് നമുക്ക് പോയി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ കൾച്ചറൽ ഐറ്റംസ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാം, അവരുടെ തിയേറ്ററിൽ കാണിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ എന്താ പറയാ അത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം, റോഡിലിറങ്ങി അല്ല ചെയ്യേണ്ടത്. ഇപ്പം ഇന്നാള് പറഞ്ഞ പോലെ നാട്ടിൽ ഓണം ആഘോഷിക്കാതെ തന്നെ ഇവിടെ വന്നത് റോട്ടിൽ കിടന്ന് ഓണം ആഘോഷിച്ച് തല്ലും കിട്ടി. തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കുമ്പോ എന്നിട്ട് നോർത്ത് ഇന്ത്യക്കാരൻ അവന്റെ ഹോളിയും മറ്റുള്ള കാര്യങ്ങളും കാണിച്ച് കച്ചറ കാണിക്കുമ്പോൾ കണ്ടില്ലേ നോർത്ത് ഇന്ത്യക്കാരൻ കാണിക്കണമെന്ന് പറയുന്നു. അല്ലെ തമിഴന്മാരും മറ്റേ ശ്രീലങ്കക്കാര് ഇന്നാളെ റോട്ടിൽ കൂടെ മറ്റേ ഈ വലിയ രഥമൊക്കെ വെച്ചോണ്ട് പോയിട്ട് അലമ്പുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു കണ്ടിട്ടില്ലേ ശ്രീലങ്കക്കാര് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേ ഫീലിംഗ് തന്നെയാണ് നമ്മൾ റോട്ടിൽ കിടന്ന് ഓണം കാണിക്കുമ്പോഴും ടൗണിൽ കിടന്ന് കാണിക്കുമ്പോ. കാരണം നമ്മുടെ ഈ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ചേർന്നവരാ കാനഡയിലുള്ളവര്. അവരാരും നമ്മുടെ കൾച്ചർ കാണാൻ വേണ്ടി വന്നവരല്ലല്ലോ. കാനഡയുടെ കൾച്ചർ അടിപൊളി ആയതുകൊണ്ടും അവിടുത്തെ ഒരു റെസ്പെക്റ്റോ അല്ല അത് കാണാൻ വേണ്ടിട്ട് വന്നവരല്ല. അവരുടെ ഇടയിലേക്ക് ഒരു സ്ഥലം റെന്റിനെടുത്ത് സ്ക്വയർ എന്ന് പറഞ്ഞ അല്ല അതിന് ഓപ്ഷനുകൾ വേറെ ഉണ്ട്. അതെ എന്നാന്നൊക്കെ പറഞ്ഞാലും ഒരു മോശം പരിപാടിയാ. ഫാമിലീസ് സാധാ മിഡിൽ ക്ലാസ് ഫാമിലീസ് നമ്മുടെ കേരളത്തിലോട്ട് ഇപ്പൊ ഇഷ്ടം പോലെ ടൂർ പോകുന്നുണ്ട്. ഏതാ വർക്ക് പ്ലേസ് ഇതൊക്കെ കണ്ടിട്ട് അവര് നോക്കുമ്പോ ഒരു മൊത്തം ഒരു ഇവ നമുക്കിങ്ങനെ ആനിമൽസ് എലിഫന്റ് ഇതൊക്കെ അടുത്തിടപെടുവാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അവര് തന്നെയാണ് ഇൻവോൾവ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചു അതിനെ കുറിച്ചൊന്നും പറയണ്ട.
ഈ പറയുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർ ഒരു വർഷം മുഴുവൻ പണിയെടുത്ത് ഒരാഴ്ച 2 ആഴ്ചത്തെ പൈസക്ക് സേവ് ചെയ്തിട്ടാണല്ലോ ടിക്കറ്റും ബുക്ക് ചെയ്ത് പോകുന്നത്. ഇവിടെയുള്ള വെള്ളക്കാര് അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ വർത്താനം പറഞ്ഞ പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബിലെ ഏറ്റവും അടിപൊളി വീഡിയോസും കാണിച്ച് ഇവരെ നാട്ടിലേക്ക് വിടും. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവര് ആലോചിച്ച് ഇത്രയും സേവ് ചെയ്ത് ആ ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഹർത്താല്, ബഹളം, അടിപിടി, സമരം എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ വെക്കേഷൻ സ്പോയിലായി. കഴിഞ്ഞ ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നു, കുറച്ച് വിദേശികൾ തെറി പറഞ്ഞുകൊണ്ട് പോണത്. ആലോചിച്ച് ഒരു വർഷം മുഴുവൻ പണിയെടുത്ത് വെക്കേഷൻ എടുത്തിട്ട് അവിടെ സമരം, വണ്ടിയില്ല, വള്ളമില്ല, എന്നിട്ട് റോട്ടിൽ കൂടെ തെരുവിളിയാന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ വെക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലോട്ട് പോകുമ്പോ this is part and parcel of our life. ഇതിന്റെ സാധനം അതാ മറ്റേ വല്ല ഫാമിലേക്കുള്ള സെറ്റപ്പ് ആയിരിക്കും അല്ലേ? അത് മറ്റേ അല്ല എന്തൊക്കെയാ അവര് മറ്റേ അത് വായിക്കാ ഇതുണ്ടോ? അത് മറ്റേ ഇതല്ലേ ഇവരുടെ ഇത് സ്റ്റോറേജ് പോലത്തെ ഉള്ള സംഭവം. അത് അവര് ഹൗസ് മറ്റേ മിക്കവാറും വല്ല Airbnb പോലെയൊക്കെ ആക്കി വെച്ചേക്കും. കോട്ടേജ് പോലെ മറ്റേ സ്റ്റോറേജ്. അതെ മറ്റേ ഈ ചോറൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ചെയ്യുന്നതൊക്കെ ഇത് കൂട്ടാ. അതായത് ഹൗസ് പോലെ Airbnb ഐഡിയാസ്. എന്നെ രസമല്ല ഇവര് പ്രകൃതി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല. സത്യം വെറുതെ ആണ് ഇവര് മറ്റുള്ളവരെ ഇങ്ങോട്ട് വരാൻ. പിന്നെ അറിയോ, നമുക്കിങ്ങനെ ഈ വൈഡായിട്ട് ഇത്ര ഏരിയ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ടായി കൂടുതൽ വരുന്നത്. ഇപ്പൊ ചില ഏരിയ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വൈഡായിട്ട് ഇത്രയും കാണത്തില്ലല്ലോ. അല്ലത് അത് മാത്രല്ല, നോക്കുക ഈ പരിസരത്തൊക്കെ എന്തായാലും പ്ലാസ്റ്റിക്കോ വേസ്റ്റോ നിസാരം ഒരു മരം മുറിച്ച് നിലത്തിട്ടേക്കുന്നതിന്റെ കമ്പ് പോലും നിലത്ത് കിടന്ന് ഉണങ്ങിപ്പോയതില്ല. അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. അപ്പം തീർച്ചയായിട്ടും വെറുതെയാണ് ഇവർ മറ്റുള്ളവരെ കൊണ്ട് അടുപ്പിക്കാത്തത്. ഞങ്ങൾ ഈ രീതിയിൽ സന്തോഷ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന്. അത് ഈയിടെ കണ്ടില്ലേ മറ്റേ ഈ പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശം, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര. ഇപ്പം അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പം ടൂറിസ്റ്റുകളെ കൊണ്ട് ഭയങ്കര ശല്യമായി മാറിയേക്കുവാന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ഈ ടൂറിസ്റ്റ് കൺസെപ്റ്റ് തന്നെ വരല്ലേ, എല്ലാരും കൂടെ തന്നെ ഒരു ടൂർ പോലെ ഒരു ബസ്സിനങ്ങ് പോകുന്നു. അതിന്റെ ഉദ്ദേശം ടാർഗറ്റ് മുഴുവൻ വെള്ളം അടിക്കുക എന്നുള്ളതാണല്ലോ. അതാണ് ആഘോഷിക്കുക എന്നുള്ളതാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നോ അതിന്റെ എന്താണെന്നുള്ളൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും മ്യൂസിയങ്ങളുണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്. കാരണം ഇവിടത്തെക്കാളും കൂടുതൽ ഹിസ്റ്ററീസും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ ഉണ്ട്. അതൊന്നും ആരും നോക്കാറില്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ കയറിയപ്പോ അതെന്നെ കാണാൻ അവിടെ കുറെ ക്വാറന്റൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാണാനല്ല. അതൊന്നും അകത്ത് കയറിയാൽ എന്താ കാണാതിരിക്കുന്നത് പഴയതൊക്കെ. അപ്പൊ പുറത്ത് നിന്നിട്ട് ബാക്കി കാര്യത്തിലാണ് ആൾക്കാരുടെ ഇത് വരുന്നത്. അപ്പം ആ സ്ഥാനത്ത് ഇപ്പൊ വിദേശികളൊക്കെ വരുമ്പം അതിന് മ്യൂസിയം നോക്കി ഇതിന്റെ ഹിസ്റ്ററി നോക്കി അല്ല ആ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പൊ നമ്മൾ തന്നെ ചോദിച്ചു നോക്കി നമ്മുടെ നാട്ടില് ഇപ്പൊ ഞാൻ പറയാം, ഞങ്ങൾക്കിവിടെ റബ്ബർ തോട്ടത്തില് ഈ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഈ വാനില അക്കൗണ്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൊണ്ടുണ്ടായിരുന്നു ഈ Airbnb അല്ല മറ്റേ ഇത് കൊണ്ട് ഗസ്റ്റ് ഹൗസ്. അത് വിദേശികളാണ് മൊത്തം താമസിക്കുന്നത്. അവരുടെ ഓൾഡ് ഹോമില് ഇത് കൂട്ടായിട്ട്. അപ്പോൾ അവിടെ എല്ലാ വർഷവും വരുമ്പോൾ ആൾക്കാർ അവരിങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കൂടെ കയറി ഇറങ്ങി അവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിൽ കുളിക്കാൻ പോകും. അപ്പോൾ അതിങ്ങനെ അവർ വന്നിട്ട് നമ്മളുടെ ഈ റബ്ബർ വെട്ട് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു. ഈ റബ്ബർ ഏത് ഇനത്തിൽപ്പെട്ടതാ, ഇത് എവിടുന്ന് വന്നു, വിദേശികളോ അവര് പഠിക്കുക മൊത്തം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ അവിടെ നോക്കുമ്പോൾ വെട്ടുകാരൊക്കെ ഉള്ളപ്പം നമ്മളവിടെ തോട്ടത്തിൽ പോകും. അപ്പൊ തോട്ടത്തിൽ പോകുമ്പോൾ ഇതിങ്ങനെ നടന്നു വരും ഇവരിങ്ങനെ. അപ്പം നമ്മുടെ പറമ്പ് എപ്പോഴും നല്ല വെട്ടി നല്ല പുല്ലിങ്ങനെ കയറി പച്ചപ്പ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നല്ല വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഷോയാ ഇങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അതായത് അവര് ശരിക്കും പറഞ്ഞാൽ വാഗമണിന് പോകുന്ന റൂട്ടിൽ മാവടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വാനില കൗണ്ടി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പഴയ വീടൊക്കെയാ. അപ്പൊ ആ പഴയ വീട് റിനോവേഷൻ ഒക്കെ ചെയ്ത് അത് നിങ്ങൾക്ക് നോക്കിയറിയാം നല്ലൊരു ഇതാ. അവരിങ്ങനെ വിദേശീയരിങ്ങനെ വരും താമസിക്കാനായിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും കുറെ വർത്താനം പറഞ്ഞു. ഈ വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ആവശ്യത്തിന് ഒരു വീഡിയോയില് വരാൻ പറ്റുന്നതിലും കൂടുതൽ കണ്ടന്റ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോഴും മൊണ്ടാനെ തന്നെയാണ്. നമുക്ക് വയോമിങ്ങിൽ ഇതുപോലത്തെ ഇതിനേക്കാളും അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സൗത്ത് ഡക്കോട്ട കയറണം, എല്ലാം കാണണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ നമ്മളെ സ്നേഹിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് അവരോട് നമ്മുടെ പിള്ളേരെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, നമ്മുടെ ചാനല എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെയാണ്, അല്ലെ നിങ്ങൾ കമൻറ്റ് ഇടുന്നതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. നമ്മളെല്ലാ കമൻസും വായിക്കാറുണ്ട്. എല്ലാവരുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി.
വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.